നമസ്കാരം. ഈ വർഷത്തെ ഏറ്റവും വലിയ നോമ്പുതുറ എന്ന് പറയുന്നത് അമ്പലപ്പറമ്പിൽ ആനയ്ക്ക് ചുവട്ടിലിരുന്ന് നോമ്പ് തുറക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ സൈനുദ്ദീൻ. അദ്ദേഹം ഈ സൈനുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ അമ്പലത്തിലേക്ക് ആനയെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ അമ്പല കമ്മിറ്റികൾ, ആ ഉത്സവ കമ്മിറ്റിയിലെ സഹോദരങ്ങൾ അദ്ദേഹത്തിന് ആഹാരമായി ചെന്നപ്പോൾ എനിക്ക് നോമ്പാണ്, ഇപ്പോൾ ആഹാരം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഞങ്ങൾ ആഹാരം കൊണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എന്തെങ്കിലും കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ ബാങ്ക് വിളിച്ച സന്ദർഭത്തിൽ ആ സഹോദരൻ ആഹാരം തിരക്കി ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ സമയത്ത് അദ്ദേഹം ഓർത്തു എന്ന് ആ ഉത്സവ കമ്മിറ്റിയിൽ ആ ചോദിച്ച സഹോദരനെ കണ്ടിരുന്നു എങ്കിലെന്ന് ആ ആഗ്രഹിച്ച സമയത്ത്, ആ ഓർത്ത സമയത്ത് തന്നെ ആ സഹോദരൻ സ്നേഹത്തിൻ്റെ, മതസൗഹാർദ്ദത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ ആ ഉത്സവ കമ്മിറ്റിയിൽ ആ ഹിന്ദു സഹോദരൻ ആ നോമ്പ് തുറക്കുള്ള വിഭവങ്ങളുമായിട്ട് ആ സഹോദരൻ്റെ അരികിൽ ചെന്ന് നിൽക്കുന്നു എന്ന്. അത് വാങ്ങി അദ്ദേഹം ആനയുടെ ചുവട്ടിലിരുന്ന് നോമ്പ് തുറക്കുന്ന വീഡിയോ എടുത്ത് ആരോ ഇൻസ്റ്റാഗ്രാമിലിട്ട് ഏതോ ഒരു ബിരുദൻ, അതുകൊണ്ട് അത് വൈറലാവുകയാണ് ഉണ്ടായത്. ഇവിടെ സത്യത്തിൽ ആ ഒരു മതസൗഹാർദ്ദം, ആ സ്നേഹം എത്രത്തോളം വലുതാണ് നമ്മുടെ കേരളക്കാർ. ഇതിനെ താറടിച്ച് കാണിക്കാനാണ് ചില ആൾക്കാർ ബീഫിൻ്റെ പേരിലും അതല്ല എങ്കിൽ മറ്റ് ജിഹാദിൻ്റെ പേരിലൊക്കെ സിനിമ ഇറക്കുന്ന ചില മനുഷ്യരെ ഓർത്തുപോയാണ്. കാമാക്യ നാരായണൻ സിംഗ് എന്ന ദ റിയൽ കേരള 2 അതിൻ്റെ സംവിധായകനുണ്ടല്ലോ, അതായത് ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു ഹിന്ദു പെൺകുട്ടിയെ മുസ്ലിം ആക്കാൻ വേണ്ടി എന്ന ഒരു മാറ്ററോട് കൂടി സിനിമ എടുത്ത് അദ്ദേഹം എത്രയോ മ്ലേച്ഛമാണെന്ന് തോന്നിപ്പാണ്. ഒരു പക്ഷേ അദ്ദേഹം അഭിനന്ദനം അർഹിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു സിനിമ എടുത്തതിൻ്റെ പേരിലായിരിക്കും ഒരുപാട് റീലുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ബീഫിൻ്റെ കളികൾ, തീച്ചുകൾ കണ്ട കാലം ഓർമ്മ വരുന്നില്ല. ഇതായിരുന്നു ഏറ്റവും നല്ലത്. എന്തായാലും ഇത്തരം സിനിമകൾ ഇനിയും നിങ്ങൾ എടുക്കണം, എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കുകയുള്ളൂ. ആ മതസൗഹാർദ്ദം എന്ത് ചെയ്യുക, ഊട്ടി ഉറപ്പിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിച്ച് നിർത്തുന്ന ഈശ്വരൻ, അതുകൊണ്ടാണ് ആ ഹിന്ദു സഹോദരൻ്റെ മനസ്സിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെ ഒരു മുസ്ലിം സഹോദരനുണ്ട്, അവന് നോമ്പ് തുറക്കണം, അവൻ്റെ വിശ്വാസത്തെ മാനിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞത്. എന്ത് തന്നെയായാലും ഞാൻ ഈ നാരായണൻ സിംഗിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, പലരും തെറി പറഞ്ഞതിന് ശേഷം ഇത് യഥാർത്ഥ സംഭവത്തിൻ്റെ ആവിഷ്കാരമാണെന്ന്. എന്നാൽ നിങ്ങളൊന്ന് ഓർക്കണം, സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ എടുത്ത് നിങ്ങൾക്കൊരു സിനിമയുള്ള ചങ്കൂറ്റമുണ്ടോ? നിങ്ങളോട് ഒന്ന് പറയാം, കേരളത്തിൻ്റെ ഇത് തകർക്കാൻ വേണ്ടി വെറുതെ കേരളത്തെ ഞോണ്ടാൻ വരാതെ ആരെങ്കിലുമൊക്കെ കേട്ടി മാന്തും. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഒമാനിലെ ഇബ്രിയിൽ നിന്നും കുയിൽ നിസാർ. ഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം.